നമസ്കാരം. സിറ്റി ചാനൽ തെരഞ്ഞെടുപ്പ് പ്രത്യേക ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ മുഖ്യമന്ത്രിക്ക് പോലും ആത്മവിശ്വാസമില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. UDF 110 സീറ്റ് നേടും. വോട്ടർക്ക് പണം നൽകിയ സംഭവത്തിൽ ശോഭാ സുരേന്ദ്രനെ അയോഗ്യയാക്കണമെന്നും പെണ്ണുരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കാൻ പറ്റില്ല എന്നും ആ ചെറുപ്പക്കാരനെ കരണത്തടിക്കുമെന്ന് പറയാൻ അവർക്ക് ആരാണ് അധികാരം നൽകിയതെന്നും പണം നൽകിയ സ്ത്രീയെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നും ഉണ്ണിത്താൻ പറഞ്ഞു. പണം കൊടുത്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ച ദൃശ്യങ്ങൾ ഞാൻ എല്ലാ ചാനലിലും കണ്ടത് പാലക്കാട്ടാണ്. പാലക്കാട്ട് ഒരു സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിയുടെ കാറിൽ പണം കൊണ്ടുവന്ന് കാറിൽ സഞ്ചരിച്ചൊരു സ്ത്രീയെ കൊണ്ട് പണം കൊടുത്ത് വോട്ട് പിടിക്കാൻ ശ്രമിച്ചു. കയ്യോടെ പിടിച്ചതിന് ശേഷം അവർ നടത്തിയ പ്രസ്താവനകൾ ഓരോന്നും ജനാധിപത്യത്തിന് അപമാനമാണ്. അത് പിന്നെ നമ്മൾ പറയത്തില്ലേ, അരി തിന്നതും പോരാ കടിച്ചതും പോരാ, പിന്നെയും നായിക്കാണ് മുറിവുറുപ്പെന്ന് പറഞ്ഞ കണക്ക് അവർ പിന്നെ എന്തെല്ലാമോ പിഴപ്പെന്ന് കണ്ടു. പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കാൻ പറ്റില്ലെന്നൊരു ചൊല്ലുണ്ട്. അവർ ജനാധിപത്യ സമൂഹത്തിനൊരു അപമാനമാണ്. BJPക്ക് അവരൊരു മുതൽക്കൂട്ടാണ്. കാര്യം BJPയുടെ ഒരു തൊഴിലിൻ്റെ ഭാഗമാണല്ലോ ഈ പണം കൊടുക്കുക. പണാധിപത്യത്തിലൂടെ ജനാധിപത്യം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. ആ സ്ത്രീ എന്തൊക്കെയാണ് പറഞ്ഞത് അവരുടെ മകൻ്റെ പ്രായമുള്ള കുട്ടികളെക്കുറിച്ച്? ആ കുട്ടികൾക്ക് ഇത്തവണ ഈ സോഷ്യൽ മീഡിയയിൽ അവാർഡ് കൊടുക്കുന്ന ആ കുട്ടികൾക്ക് കൊടുക്കണം. എത്ര മനോഹരമായിട്ടാണ് കാറിൽ നിന്ന് ഇറങ്ങുന്നത്, പണം കൊടുക്കുന്നത്, തിരിച്ചു പോകുന്നത്. ഇവരാരാ കുട്ടികളുടെ കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കാൻ? ഇവരാരാണ്? ഇവർക്ക് ആരാണ് അധികാരം കൊടുത്ത് ആ കുട്ടികളുടെ കരണക്കുറ്റി അടിച്ചു പൊട്ടിക്കുമെന്ന് പറയാൻ? അപ്പോൾ ഒരു അബദ്ധം പറ്റി. കേരളത്തിൻ്റെ പൊതുജന സമൂഹത്തോട് മാപ്പ് പറയണം. അവരെ അയോഗ്യരാക്കണം. ഞാൻ ചോദിക്കട്ടെ, പണവും കൊണ്ടുവന്ന അവരുടെ കാറിലാണ്, ആ പണം കൊണ്ടുവന്ന സ്ത്രീ സഞ്ചരിച്ച അവരുടെ കാറിലാണ്. ആ കാർ എന്തുകൊണ്ട് പോലീസ് കസ്റ്റഡി എടുത്തില്ല? പോലീസ് കസ്റ്റഡി എടുക്കണ്ടേ? കേസെടുക്കണ്ടേ? കേസെടുത്ത ആ വാഹനം പോലീസ് സ്റ്റേഷൻ ഇടണ്ടേ? ബാക്കിയുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയ അനുസരിച്ച് നടക്കട്ടെ. പക്ഷെ പോലീസ്, അതാണ് ഞാൻ പറഞ്ഞത്, BJPയും മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഒരു രഹസ്യ ബാന്ധവമുണ്ട്. അതിൻ്റെ ഫലമാണല്ലോ കയ്യോടെ തൊണ്ടി സഹിതം പിടിച്ചിട്ട് ആ വാഹനം കസ്റ്റഡി എടുക്കാനോ ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്യാനോ തയ്യാറായല്ലോ. സ്ഥാനാർത്ഥിയെ വിട്ടേക്ക്, അവർ പോയി വോട്ട് പിടിക്കട്ടെ. പക്ഷേ ആ സ്ത്രീ, പണം കൊടുത്ത സ്ത്രീ, അവർ BJPയുടെ അറിയപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അവരെ കസ്റ്റഡി എടുക്കാനും വാഹനം കസ്റ്റഡി എടുക്കാനും പോലീസ് തയ്യാറാകാത്തതിന് കാരണം ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ്. തെരഞ്ഞെടുപ്പ് പ്രത്യേക ബുള്ളറ്റിൻ അല്പസമയത്തിനകം.